friends, welcome to SULUZ DIARIES. ഞാൻ അശ്മി സുൽത്താന. നമ്മുടെ ചാനലിൻ്റെ നെയിം സുലൂസ് യമ്മി ഡയറീസ് മാറിയിട്ട് സുലൂസ് ഡയറീസ് എന്നൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും സെർച്ച് ചെയ്യുമ്പോൾ സുലൂസ് ഡയറീസ് എന്ന് തന്നെ സെർച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഓർക്കിഡിൻ്റെ റീപ്പോർട്ടിങ്ങിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഓർക്കിഡ് നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും ഏത് സമയത്താണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബിങ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാധാരണയായിട്ട് ഓർക്കിഡുകൾ 2 വർഷം കൂടുമ്പോഴാണ് റീപ്പോർട്ട് ചെയ്യുന്നത്. എങ്കിലും ചില സമയങ്ങളിൽ നമ്മുടെ ഓർക്കിഡ് റീപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. മെയിനായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുള്ളപ്പോൾ അതുപോലെ ഒച്ചിൻ്റെ ആക്രമണമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ റീപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മളുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കത്തുള്ളൂ. റീപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഈ മഴക്കാലത്താണ്. മഴക്കാലം ആകുമ്പോൾ ഫാസ്റ്റായിട്ട് നമുക്ക് റീപ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. വേരുകളൊന്നും പൊട്ടാതെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. പക്ഷേ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അത് മഴക്കാലമാണെങ്കിൽ നന്നായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും. എങ്കിലും നമ്മുടെ ഈ മഴക്കാലത്ത് റിപ്പോർട്ട് ചെയ്തിടാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുതിയ കിക്കീസും അതുപോലെ ആ കിക്കീസൊക്കെ വന്ന കൂട്ടത്തിൽ തന്നെ പെട്ടെന്ന് ഫ്ലവർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ മഴക്കാലത്ത് റിപ്പോർട്ട് ചെയ്താൽ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് വളരും. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാന്റ്സ് എല്ലാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടേക്കുവാണ്. എല്ലാം ഒരു 2.5 വർഷം കഴിഞ്ഞതാണ് റിപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പൈപ്പിലും അതുപോലെ മരങ്ങളിലും ഒക്കെ വെച്ച് കെട്ടിയിട്ടുള്ള ഓർക്കിഡ്സ് ആണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിൻ്റെ വേര് ആ മരത്തിലോ അല്ലെങ്കിൽ പൈപ്പിലോ ഇങ്ങനെ ചുറ്റി നിൽക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് ഇളക്കുമ്പോൾ വേര് മൊത്തം പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ നെറ്റ് പോലുള്ള പോട്ടിൽ ഹാങ് ചെയ്തിടുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടൊരു 3 വർഷമായിട്ടുണ്ട്. അപ്പോൾ 3 വർഷമായിട്ട് ഞാനിത് ഇളക്കാൻ പറ്റാത്തത് കാരണം ഇങ്ങനെ തന്നെ നിർത്തിയിരിക്കുമായിരുന്നു. അങ്ങനെ നിർത്തിയത് കാരണം ഈ പ്ലാന്റ്സ് കുറേ കേടായി പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്ലാന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ പോട്ടിൽ അതിന് ജീവിക്കാൻ പറ്റാത്തത് കാരണം അത് പുറത്തോട്ട് പുതിയ മുളകൾ വന്നിട്ട് അതും ചീഞ്ഞു പോയിട്ട് വീണ്ടും പുറത്തോട്ടാണ് ഇതിൻ്റെ പുതിയ കിളിർപ്പുകൾ വരുന്നത്. അപ്പോൾ ആ പോട്ടി മിക്സർ ഫുള്ള് ഇൻഫെക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് അതിനത് വളരാൻ പറ്റാത്തതും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പുതിയ ഒരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കണം. ഇനിയും നമ്മളിത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന കിക്കീസ് എല്ലാം വീണ്ടും ചീഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇത് എല്ലാം ഒന്ന് ഇളക്കിയെടുത്തിട്ട് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ പ്ലാന്റ് ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 7 വർഷമായിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ്, വലിയ ഫ്ലവർ തരുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ വാങ്ങിയ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ മരത്തിലും അതുപോലെ മുളയിലൊക്കെ വെച്ച് കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഒരു നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഓർക്കിഡിൻ്റെ ഹെൽത്തിന് ഒട്ടും നല്ലതല്ല. നമുക്ക് ആദ്യ സമയങ്ങളിലൊന്നും അറിയാത്തത് കാരണം ഇതേ രീതിയിലൊക്കെയാണ് പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെൻഡ്രോബിയത്തിൻ്റെ വെറൈറ്റി ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ധാരാളം ഹോൾസ് ഉള്ള പോട്ടിൽ ഹാങ് ചെയ്തിരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഞാൻ ഇളക്കിയെടുത്തിട്ട് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ പോട്ടും ഓൾറെഡി പൊടിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. എങ്കിലും ഇളക്കിയെടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് ഈ ഹോൾസിൻ്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് ഇതിൻ്റെ പുതിയ കിക്കീസൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചെടുക്കുക. ഇപ്പോൾ മഴ പെയ്ത് തോന്നി നിൽക്കുന്ന സമയത്ത് ഇളക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളകി വരും. ഇപ്പോൾ ഇവിടെ രാവിലെ മഴ പെയ്തിട്ടില്ല. കുറച്ച് സമയം ഒന്ന് വെയിലടിച്ചത് കാരണം കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് പോട്ട്. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് ഞാൻ ഈ ഒരു പോട്ട് ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ മുക്കി വയ്ക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പോട്ട് കുറച്ച് സമയം ബക്കറ്റിൽ വെള്ളത്തിൽ മുക്കി വെക്കാൻ പോവാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് ആവശ്യമുള്ള റെയിനി സീസൺ ആയതുകൊണ്ട്. ഇപ്പോൾ നല്ല വേനൽക്കാലമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 മണിക്കൂറോളം ഈ പോട്ട് ബക്കറ്റിൽ വെള്ളത്തിൽ മുക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലേ നമ്മുടെ പ്ലാന്റിൻ്റെ വേര് പൊട്ടാതെ കറക്റ്റായിട്ട് ഇളക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ പ്ലാന്റ് ഞാൻ 10 മിനിറ്റ് നനച്ച് വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പോട്ടി മിക്സറൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. എങ്കിലേ പെട്ടെന്ന് ഇളകി വരത്തുള്ളൂ. ഈ പോട്ടൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കുകയാണ് കണ്ടോ. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഇളക്കി എടുക്കുമ്പോൾ ഈ തണ്ടുകളൊന്നും ഒടിയാതെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കട്ടർ വെച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കിക്കീസൊക്കെ ഒടിയാതെ ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇളകി വരികയും ചെയ്യും. അപ്പോൾ ഓർക്കിഡ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കിക്കീസൊക്കെ ഒടിയാതെ വേരുകളൊന്നും പൊട്ടാതെ വളരെ സേഫ് ആയിട്ട് വേണം നിങ്ങൾ ഇളക്കിയെടുക്കാനായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പോട്ടിംഗ് മിക്സർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കഴുകിയെടുക്കണം. അതുപോലെ ഹെൽത്തി റൂട്ട്സുകൾ വെച്ചിട്ട് ഡെഡ് ആയിട്ടുള്ള റൂട്ടുകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇനി ഈ പോട്ടിംഗ് മിക്സർ ഇളക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നല്ല റൂട്ട് ഏതാണെന്നും ഡെഡ് ആയിട്ടുള്ള റൂട്ട് ഏതാണെന്നുമാണ്. അപ്പോൾ നല്ല റൂട്ടെന്ന് പറയുന്നത് ഇങ്ങനെ വൈറ്റ് കളറിൽ വന്നിട്ട് ഒരു ഗ്രീൻ എൻഡിങ് ആണ് വരുന്നത്. അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്. ചെറിയ വൈറ്റ് ആയിട്ടുള്ള മാത്രമാണെങ്കിലും കുഴപ്പമില്ല.
കുഴപ്പമില്ല. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ പഞ്ഞിയായിട്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഡെഡ് ആയിട്ടുള്ള റൂട്ടാണ്. അതുപോലെ ഈ ബ്രൗൺ ആയിട്ടുള്ള റൂട്ടുകളൊക്കെ ഡെഡാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഡെഡ് ആയിട്ടുള്ള റൂട്ടുകൾ പൊട്ടിച്ചെടുക്കാവുന്നതാണ്. ഹെൽത്തി റൂട്ടുകൾക്ക് മാക്സിമം ഡാമേജ് സംഭവിക്കാതെ വേണം നമ്മൾ പോട്ട് ഇളക്കാനായിട്ട്. പിന്നെ തൊണ്ട് വെച്ചിട്ട് പോട്ട് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, തൊണ്ടിരുന്ന ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഇൻഫെക്ഷൻ സംഭവിച്ചിട്ടുള്ളത്. തൊണ്ടിരുന്ന ഭാഗമൊക്കെ അഴുകിപ്പോയിട്ടുണ്ടാവും. എങ്കിലും കരിയും ഓടും ഒക്കെ ഉള്ള ഭാഗം അത്ര പ്രോബ്ലം ഉണ്ടാകത്തില്ല. കരിയുടെ പുറത്തായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഹെൽത്തി റൂട്ടുകൾ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റീപോർട്ട് ചെയ്യുന്ന മീഡിയത്തിൽ തൊണ്ട് പീസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ചകിരിയുടെ നാരാണെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ല, അതിന് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകത്തില്ല. തൊണ്ടിൻ്റെ പീസ് എന്ന് പറയുമ്പോൾ ചകിരിനാരും അതുപോലെ ചകിരിച്ചോറോട് മിക്സ് ആയിട്ടുള്ളതാണല്ലോ, അപ്പോൾ ചകിരിച്ചോറാണ് ഡേഞ്ചർ. ചകിരിയുടെ നാര് അവൈലബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊണ്ട് പീസ് മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് ഈ പോട്ടി മിക്സറെല്ലാം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കിക്കീസൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കിക്കീസിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുമ്പോഴും ഹെൽത്തി റൂട്ട്സൊക്കെ നന്നായിട്ട് കെയർ ചെയ്ത് വേണം എടുക്കാനായിട്ട്. ബാക്കിയുള്ള ഡെഡായിട്ടുള്ള എല്ലാ സെല്ലുകളും നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. കരിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന റൂട്ട്സ് ഇളക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് വേണം പതുക്കെ ഇളക്കിയെടുക്കാനായിട്ട്. വളരെ സാവധാനത്തിൽ വേണം നല്ല റൂട്ടുകൾ ഇളക്കിയെടുക്കാനായിട്ട്. വേരുകളൊക്കെ പൊട്ടുമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ റീപോർട്ട് ചെയ്യാതിരിക്കരുത്. നമ്മൾ സാവധാനത്തിൽ വെള്ളത്തിലിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഈ റൂട്ടുകൾ നല്ല ഹാർഡായിട്ട് അവിടെ ഇരിക്കുന്നത് കൊണ്ട് അതങ്ങനെ വെച്ചേക്കാമെന്നൊന്നും വിചാരിക്കണ്ട. കാരണം നല്ല പഴക്കമുള്ള പോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അതിന് പൂപ്പലുണ്ടാവും. ഈ കരിക്കായാലും പൂപ്പൽ ബാധ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ വെള്ളത്തിലിടുന്നതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ ഇളകി വരുന്നത്. അപ്പോൾ നന്നായിട്ട് മഴ നനഞ്ഞൊക്കെ 2 ദിവസം ഇരിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാം. വെള്ളത്തിലിടേണ്ട ആവശ്യവും വരത്തില്ല. വെള്ളത്തിലിടുന്നത് നല്ലതാണെന്ന് വെച്ചിട്ട് ദിവസങ്ങളോളം വെള്ളത്തിലിടുന്നത് നല്ലതാണെന്ന് വെച്ചിട്ട് 2 ദിവസം നിങ്ങൾ വെള്ളത്തിലിട്ടൊന്നും വെക്കരുത്. അരമണിക്കൂർ കൂടുതൽ ഒരു കാരണവശാലും വെള്ളത്തിൽ കിടക്കാൻ പാടില്ല. അത് വീണ്ടും പ്ലാന്റ്സിലോട്ട് വെള്ളം കയറി അത് നശിച്ചു പോകും. അതുകൊണ്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ വെള്ളത്തിലിട്ടതിന് ശേഷം ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ പ്ലാന്റ്സൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. വലിയ ബക്കറ്റിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് ഇതുപോലെ ചെയ്താന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും. അല്ലെങ്കിൽ റണ്ണിങ് വാട്ടറിൽ കഴുകിയാലും മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ബാസ്ക്കറ്റ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തുള്ള 4 പോലെ റൂട്ടുകളും അതുപോലെ പഞ്ഞി പോലുള്ളതും ബ്രൗൺ കളറിലുള്ള റൂട്ടുകളും ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഒരിക്കലും വലിച്ച് ഊരിക്കളയരുത്. ഇതുപോലെ കട്ട് ചെയ്ത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡെഡായിട്ടുള്ള റൂട്ടുകൾ നമ്മുടെ പോട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് അഴുകി കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം പോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കിക്കിയും കൂടെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഡെഡ് റൂട്ട്സ് ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഈ കിക്കീസിനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് പോട്ട് ചെയ്തെടുക്കണം. വളരെ ചെറിയ കിക്കുകൾക്കൊക്കെ ആണെങ്കിൽ മദർ പ്ലാന്റിൻ്റെ പീസ് കൂടില്ലെങ്കിൽ ചിലപ്പോൾ അത് അഴുകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എങ്കിലും നമുക്ക് സെപ്പറേറ്റ് പോട്ട് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കെയർ ചെയ്താൽ നല്ല ഗ്രോത്ത് കിട്ടും. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വെള്ളത്തിൽ നമ്മുടെ ഫംഗിസൈഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഇൻഡോഫിലിൻ്റെ ഫംഗിസൈഡാണ്. 1 ലിറ്റർ വെള്ളത്തിന് 2 ഗ്രാം വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഫംഗിസൈഡിനെ പറ്റിയിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ വാച്ച് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കാർഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിച്ച കത്തി കൂടി ഈ ഫംഗിസൈഡിൽ ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ കത്തിയും കൂടെ ഒന്ന് സ്റ്റെറിലൈസ് ആയി കിട്ടും. ഇനി നമുക്ക് ഇളക്കി വെച്ചിട്ടുള്ള തൈകൾ ഇതിനകത്തോട്ട് ഒരു 10 മിനിറ്റ് നേരം മുക്കി വെക്കാവുന്നതാണ്. നമ്മുടെ പ്ലാന്റ് ഫുള്ളി ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുമായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഈ ലീഫും ഒക്കെ നമുക്ക് ഇതുപോലെ മുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ പ്ലാന്റ്സിലുള്ള ഫംഗൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഒന്ന് പെട്ടെന്ന് മാറാനായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. സ്ഥിരമായിട്ടൊന്നും ഇങ്ങനെ ചെയ്യരുത്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ പ്ലാന്റ് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള മുറ്റിയ തണ്ടുകളെയൊക്കെ നമുക്ക് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഈ പ്ലാന്റ് ഇപ്പോൾ അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നില്ല. നമുക്ക് മഴയൊക്കെ മാറിയതിന് ശേഷം അപ്പോഴത്തേക്കും ഈ പ്ലാന്റ് കുറച്ചുകൂടെ ഒന്ന് ഹെൽത്തി ആവും. അപ്പോഴത്തേക്കും നമുക്ക് ഈ മുറ്റിയ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ പ്രൊപ്പഗേഷൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് പോട്ട് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലൊരു പോട്ടാണ് എടുക്കുന്നത്. നിറയെ ഹോളുള്ള പോട്ടാണ്. ഇങ്ങനെയുള്ള പോട്ടുകൾ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ നിറയെ ഹോള് കാണും, എങ്കിലും ചിലപ്പോൾ അടിഭാഗത്ത് ഹോള് കാണത്തില്ല. അങ്ങനെയുള്ളപ്പോൾ ഹോൾ ഇട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ പോട്ട് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ അടിഭാഗത്ത് വെള്ളം കെട്ടി നിന്നിട്ട് റൂട്ട് ചീഞ്ഞു പോകും. ഇപ്പോൾ ഞാനൊരു സോൾഡറിങ് ചെയ്യണമെന്ന് ചൂടാക്കിയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രൂ ഡ്രൈവറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഹോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നിറയെ ഹോൾ ഇട്ട് കൊടുക്കുക.
ഇനി നമുക്ക് ഈ പ്ലാന്റ് പോട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പോട്ടി മിക്സറിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. അപ്പോൾ പോട്ടി മിക്സറായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കരി ഓടുമാണ്. കരിയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. ഓട് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ കരി ഓട് ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കരി നമുക്ക് ജസ്റ്റ് കഴുകി ഉണക്കിയെടുത്താൽ മതി. പഴയ ഓടാണെന്നുണ്ടെങ്കിൽ ഫംഗിസൈഡിൽ കഴുകിയതിന് ശേഷം നമുക്ക് വെയിലത്തിട്ട് ഉണക്കി വേണം എടുക്കാനായിട്ട്. കാരണം പഴയ ഓടിലൊക്കെ പൂപ്പലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചകിരിനാര് കൂടെ യൂസ് ചെയ്യാം. പക്ഷേ എനിക്കിപ്പോൾ ചകിരിനാര് അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് എല്ലാ പ്ലാന്റ്സും പോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ പ്ലാന്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം പതിയെ നമ്മുടെ ഈ കരിയും ഓടും ഒക്കെ ഇടവിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കിക്കീസോ അതുപോലെ തണ്ടുകളോ വേരുകളോ ഒന്നും ചതഞ്ഞൊന്നും പോകാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ പോട്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ പ്ലാന്റ് കുറച്ച് മുകളിലായിട്ട് നിൽക്കണം. അതായത് ആ വേരിന് നന്നായിട്ട് എയറേഷൻ വരണം. നന്നായിട്ട് വായുസഞ്ചാരമുള്ള രീതിയിൽ വേണം നമ്മുടെ ഈ പോട്ടി മിക്സർ നിറയ്ക്കാണ്ട് ഒരുപാട് കുത്തി നിറയ്ക്കുകയും ചെയ്യരുത്. അപ്പം നമ്മുടെ പ്ലാന്റ് മൂടിളകാത്ത രീതിയിൽ അത്യാവശ്യം ഫിറ്റാക്കി വെക്കുക. ഇനി നമുക്കിതിനെ ഒന്ന് ഹാങ് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ ഒരുപാട് വെയിലുള്ളിടത്തും ഒരുപാട് മഴയൊക്കെ വീഴുന്ന സ്ഥലങ്ങളിലും ഒന്നും ഇപ്പോൾ ഇതിനെ കൊണ്ട് വെക്കരുത്. 2 ദിവസം ഇത് തണലത്ത് വെച്ചതിന് ശേഷം നമുക്ക് നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്തോട്ടൊക്കെ കൊണ്ടിടാവുന്നതാണ്. ഇപ്പോൾ ഡെൻഡ്രോബിയം ആയതുകൊണ്ട് തന്നെ 75% നമുക്ക് നല്ല വെയിൽ വേണം, എങ്കിലും ഇതിന് ഫ്ലവർ കിട്ടത്തുള്ളൂ. ഇനി ഈ പ്ലാന്റ് നമുക്ക് 2 ദിവസത്തേക്ക് നനച്ചു കൊടുക്കണ്ട. കാരണം വേരൊക്കെ പൊട്ടിയിട്ടുള്ളത് കൊണ്ട് വേരൊക്കെ ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഭാഗങ്ങൾ മുറിയുവാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഈ ഫംഗിസൈഡ് പൗഡർ കുറച്ച് പുരട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഭാഗത്ത് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവത്തില്ല. ഇപ്പോൾ എനിക്ക് ഈ പ്ലാന്റ് ഭാഗങ്ങളൊന്നും മുറിഞ്ഞിട്ടില്ല, വേര് മാത്രമേ ഉള്ളൂ ജസ്റ്റ് പൊട്ടിയിട്ടൊക്കെ ഉള്ളത്. അത് നമ്മൾ ഫംഗിസൈഡിൽ മുക്കിയപ്പോൾ തന്നെ അത് ക്ലിയർ ആയി കാണും. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ആ പ്രശ്നവും അവിടെ ക്ലിയർ ആവും. അപ്പോൾ ഈ കാണിച്ച രീതിയിൽ തന്നെ നമ്മുടെ കിക്കീസിനെ ഞാൻ പോട്ട് ചെയ്തിട്ടുണ്ട്. കിക്കീസിനെ നമുക്ക് ഉടനെ ഒന്നും വെയിലത്തൊന്നും വെക്കരുത്. വലിയ പ്ലാന്റിന് നമുക്ക് 2 ദിവസത്തിന് ശേഷം വെക്കാവുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് റീപോർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ടൈമാണ് റീപോർട്ട് ചെയ്യാൻ ഏറ്റവും അനുയോജ്യം. അപ്പോൾ പ്ലാന്റിൻ്റെ ലീഫുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൊഴിഞ്ഞു പോവുകയും ചീയലും അതുപോലെ ഒച്ചിൻ്റെ ശല്യമൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ റീപോർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലെ റീപോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതെല്ലാം. റീപോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ധാരാളം കിക്കീസൊക്കെ വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലെ ചെറിയ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ നെയിം സുലൂസ് യമി ഡയറീസ് മാറിയിട്ട് സുലൂസ് ഡയറീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സെർച്ച് ചെയ്യുമ്പോൾ സുലൂസ് ഡയറീസ് തന്നെ സെർച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. Bye.